കൊച്ചി തമ്മനത്ത് ജലസംഭരണശാലയുടെ പാളി തകർന്ന അപകടം. പാളി തകർന്നതോടെ പ്രദേശത്ത് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. വീടിന്റെ മതിലുകൾ തകർന്നു, വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. തൃപ്പൂണിത്തുറ മേഖലയിലേക്കുള്ള ജലവിതരണത്തെ കാര്യമായി തന്നെ ഇത് ബാധിക്കും. പുലർച്ചെ 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ജല അതോറിറ്റിയുടെ വൈറ്റിലിക്കടുത്ത് തമ്മനത്തെ വാട്ടർ ടാങ്കിലാണ് പൊട്ടലും വിള്ളലും ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ വെള്ളം കുതിച്ചൊഴുകി. വെളുപ്പിനെ 2 മണിയോടുകൂടിയാണ് വെള്ളം കുതിച്ചൊഴുകി തുടങ്ങിയത്. ഏതാണ്ട് 1.25 കോടി ലിറ്ററിലധികം വെള്ളത്തിന്റെ സംഭരണ ശേഷിയുള്ളതാണ് ഈ വാട്ടർ ടാങ്ക്. വെള്ളം കുതിച്ചൊഴുകിയോടെ ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായാൽ എങ്ങനെ സംഭവിക്കുമോ, ഏതാണ്ട് അതുപോലെയാണ് സംഭവിച്ചതെന്നറിയാം. വീടുകളിലെ മതിലുകൾ തകർന്നിട്ടുണ്ട്. വാഹനങ്ങൾ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്നത് ഒഴുകി നീങ്ങിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഈ മതിലിനോട് ചേർന്ന് കിടന്നിരുന്ന ഒരു കാറാണിത്. ഈ കാർ ഇപ്പം ഒഴുകിയതാ. കാർ ഏതാണ്ട് ഭാഗികമായി തകർന്ന നിലയിലാണ്. ഇവിടെ ഈ വീടിന്റെ മതില് കാറിന്റെ മുകളിലേക്ക് തകർന്നു വീണു. ഒപ്പം കാറ് കുറച്ചിങ്ങ് മാറിയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. വെള്ളത്തിന്റെ ശക്തിയിൽ കാറ് അങ്ങോട്ട് ഒഴുകിപ്പോയി, മതിലും തകർന്ന് വീഴുകയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ആളെല്ലാം ഭയപ്പെട്ടു പോയി. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡ് തകർന്ന്, അതുപോലെ വീടുകളിൽ വെള്ളം കയറി, വാഹനങ്ങൾ ഒരുപാട് കേടുപെട്ടിട്ടുണ്ട്. എല്ലാ വീടിൻ്റെ ചുറ്റുമതിൽ തകർന്നു. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടൊക്കെ വെള്ളം പോകുന്നത്? ഇപ്പോൾ ഞാൻ ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് തൃപ്പൂണിത്തുറ ഭാഗത്തുള്ള വെള്ളത്തിനുള്ള പ്രശ്നം ആ ടാങ്കാണ്. അതുപോലെ സിറ്റിയിലോട്ടുള്ള ബൂസ്റ്റ് ചെയ്യുന്ന ടാങ്ക് വലിയ തോതിൽ ഏതാണ്ട് 1.25 കോടി ലിറ്റർ വെള്ളം സംഭരണ ശേഷിയുള്ള 1.25 കോടിയിലധികം ലിറ്റർ വെള്ളം സംഭരണ ശേഷിയുള്ള വലിയ ടാങ്ക് പ്രധാനമായും തൃപ്പൂണിത്തുറ മേഖലയിലേക്കും ഒപ്പം നഗരഹൃദയത്തിലേക്കുമാണ് ഇവിടെ നിന്ന് വെള്ളം പോകുന്നത്. ഈ വാട്ടർ ടാങ്കിന് ഇത്തരത്തിൽ വലിയ കേടുപാടുണ്ടായതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറ മേഖലയിലും ഒപ്പം നഗരഹൃദയത്തിൽ പല ഭാഗങ്ങളിലും കുടിവെള്ള വിതരണം ഇന്ന് തടസ്സപ്പെടും. ഇത്ര ഒരു വെള്ളപ്പൊക്കം വന്നു, വണ്ടികളും സ്കൂട്ടറൊക്കെ ഇവിടെ നിന്ന് ഒഴുകിപ്പോയി. സ്കൂട്ടർ, ഓട്ടോയും അതുപോലെ മറ്റുള്ള വണ്ടികളും ഒക്കെ ഒഴുകി. ഇത്രയും വലിയ സംഭവം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ഉറക്കത്തിലാണ് വിളിച്ചു പറഞ്ഞ ഓരോരുത്തരെ. താഴത്തെ വീട്ടുകാരെ എല്ലാവരും, വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കമ്പ്യൂട്ടറും ഒക്കെ ആൾക്കാരുടെ എല്ലാം പോയിരിക്കുന്നു. ഇതാണ് ഈ 1.25 കോടിയിലധികം വലിയ തോതിലുള്ള വെള്ളം ശേഖരിക്കുന്ന ജലസംഭരണി എന്ന് പറയുന്നത്. ഈ ജലസംഭരണിയുടെ ഭിത്തികൾ, പാളികൾ അടർന്നു മാറി ആ വിടവിലൂടെ അതിനിടയിലൂടെയാണ് വെള്ളം പുറത്തേക്ക് കുതിച്ചത്. ആലുവ ഭാഗത്തു നിന്നാണ് നഗരഹൃദയത്തിലേക്കും തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും ഒക്കെയുള്ള ഏറ്റവും വലിയ സംഭരണികളിലൊന്നാണ് തമ്മനത്തേത്. വർഷങ്ങളായുള്ള സംഭരണിയാണ്. ഈ പാളി പൊളിഞ്ഞു വീഴുകയായിരുന്നില്ല, മറിച്ച് അടർന്നു മാറുകയായിരുന്നു എന്ന് പറയാം. ആ വിടവിൽ കൂടി വെള്ളം പുറത്തേക്ക് വരികയായിരുന്നു. ഇനി എത്രമാത്രം വെള്ളം അവശേഷിക്കുന്നു എന്നത് വ്യക്തമല്ല. ഏതായാലും 2 മണി മുതൽ വെള്ളം ഒഴുകി തുടങ്ങി. ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂറിന് ശേഷമാണ് ചെറിയ തോതിലെങ്കിലും ആ ജലപ്രവാഹം നിയന്ത്രിക്കാനായത്. നഗരത്തിന്റെ ദാഹം അകറ്റുന്ന പ്രധാന ജലസംഭരണികളിൽ ഒന്നാണ് തമ്മനത്തേത്. ആ ജലസംഭരണിയാണ് ഇത്തരത്തിൽ നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ടാണോ അതോ കാലപ്പഴക്കം കൊണ്ടാണോ, വർഷങ്ങളോളം പഴക്കമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ജലസംഭരണിക്ക്. എന്തായിരുന്നാലും പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ജലസംഭരണിയുടെ പാളി അടർന്നു മാറി വലിയ തോതിൽ വെള്ളമൊഴുകിയത്. വീടുകളിലെ മതിലുകൾ തകർന്നു, വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ പലതും ഒഴുകി തെന്നി നീങ്ങിയിട്ടുമുണ്ട്. ജലവകുപ്പ് ഉദ്യോഗസ്ഥർ വൈകാതെ തന്നെ സംഭവ സ്ഥലത്തെത്തും. ആന്റണി ഗ്രിഗറിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.